ഹലോ, നമസ്കാരം. സ്റ്റോറി മീഡിയയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ പത്തനംമാറ്റിൻ്റെ കഥ വൈകിയാണ് പറയുന്നത്, ക്ഷമിക്കുക. ഞാൻ ചെറിയൊരു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയത് കാരണമാണ് ഇടാൻ വൈകിയത്, സോറി. അപ്പോൾ കഥയിൽ വേറൊന്നുമില്ല, നമ്മുടെ ആദർശും അതിനെയും കൊണ്ടുള്ള സംസാരമാണ്. ഇപ്പോൾ പറയും നമ്മളെ മുന്നിൽ അവൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവർ തമ്മിലുള്ള ഇത് കണ്ടില്ലേ എന്നൊക്കെ പറയുകയാണ് നായന. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, ഞാൻ അവളോട് പറയും, അവളോട് ചോദിക്കട്ടെ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയും, വേണ്ട, അത് ചോദിക്കൊന്നും വേണ്ട, ഏതൊരു പെൺകുട്ടിക്കും ചിലപ്പോൾ ഒരു അബദ്ധമൊക്കെ പറ്റാം, അങ്ങനെ എന്തെങ്കിലും ആവും, അല്ലാണ്ട് എനിക്കതിലിപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല എന്നൊക്കെ പറയും. എന്നാലും ആദർശേട്ടാ നമ്മളോട് അവളൊന്ന് പറയും, പ്രവർത്തിക്കുന്നു വേറൊന്നും അല്ലേന്ന് പറയും. അതൊന്നും സാരമില്ല, നീ അത് വിടേ പറയും, നാളെ എന്തായാലും വീട് വരെ ഒന്ന് പോകണമെന്ന് പറയും. വീട് അപ്പം പോകണമെന്നാണ് പറയുക, നീ ഇപ്പോൾ ഈ നേരത്ത് പോയി അമ്മയും അച്ഛനെയും വിഷമിപ്പിക്കണ്ട, നാളെ പോകാമെന്നറിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മളുടെ കനകയും ഗോവിന്ദനും നിൽക്കുമ്പോൾ ആദർശം നയനെ അങ്ങോട്ട് കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മക്കൾ ഇത്ര നേരത്തെ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ല അമ്മേ, ഞങ്ങൾ അമ്പലത്തിൽ വന്നപ്പോൾ ഇവിടെ നിന്ന് വന്നിട്ട് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് പറയും. അപ്പോൾ ആണോ, ഞാനാണെങ്കിൽ നിങ്ങൾക്ക് ചായ എന്തായാലും ചായ ഉണ്ടാക്കട്ടെ അറിയുമ്പോൾ പറയും, വേണ്ട അമ്മ, ചായയൊക്കെ ഞങ്ങൾ കുടിച്ചു എന്ന് പറയും. എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നിൽക്കണം, ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അങ്ങോട്ട് വിളിക്കുകയാണ്. അപ്പം നയനെ ചോദിക്കും, എവിടെ ഇവളെവിടെയെന്ന് ചോദിക്കുകയാണ്, ആര്, നന്ദു. അപ്പോൾ നന്ദു തലേ ദിവസം രാത്രിയൊക്കെ ഇങ്ങനെ ആലോചിക്കണമൊക്കെ ഉണ്ട് കേട്ടോ സംഭവങ്ങൾ. എന്നിട്ട് അവിടുന്ന് നന്ദു ആദർശും നയനയും കൂടെ അകത്തേക്ക് കയറിപ്പോണ്ട് നയന നേരെ ഇവിടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവിടുത്തെ നിന്നിട്ട് ചോദിക്കും, ഇന്നലെ അവനെ എവിടുന്നാണ് കണ്ടു വയ്ക്കുമ്പോൾ അമ്പലത്തിൻ്റെ ആൽത്തറയുടെ മുകളിൽ കിടക്കുന്നുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവനവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ പിന്നെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയും, അതിനിപ്പോൾ ഇങ്ങനെ തത്തി കളിക്കുകയാണ്, അപ്പോൾ ഒന്നും പറയാതെ. അപ്പോൾ കാണിച്ചു കൊടുക്കുകയാണ് വീഡിയോസ്. അപ്പോൾ പറയും, ഈ വീഡിയോസ് ഇത് ആരെടുത്ത് വയ്ക്കും, ആരെടുത്താന്നറിയില്ല, പക്ഷേ എല്ലാവരുടെ കയ്യിലും ഈ വീഡിയോ ഉണ്ട്. അത് കാരണം അപ്പോൾ ജാനകീൻ്റെ കയ്യിലും എല്ലാവരുടെ കയ്യിലും ഉണ്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെ നയനങ്ങനെ ഞെട്ടുന്നുണ്ട് കേട്ടോ. അത് പറഞ്ഞു, ഞാനെന്ത് ചെയ്യാനാണ്, സംഭവിച്ച സത്യാവസ്ഥ അവൾ പറഞ്ഞു, ഇതുകൊണ്ടാണ് സംഭവിച്ചത്, ഞാനത് പ്രതീക്ഷിച്ചില്ല, ഞാനതപ്പോൾ തന്നെ അവനെ തള്ളി മാറ്റുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് അവരെല്ലാവരും കൂടെ കാപ്പി കുടിക്കാൻ വന്നിരുന്നിട്ട് കാപ്പിയൊക്കെ കുടിക്കുമ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാനൊരു വില്ല മേടിച്ചു കൊടുക്കേണ്ടത് നന്ദുവിൻ്റെ പേരിലെന്ന് പറയും. അപ്പോൾ പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോനെ, ഇപ്പോൾ തന്നെ മോനല്ലേ ഈ വീട് വാങ്ങിച്ചു തന്നത്, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അറിയാം. അപ്പോൾ പറയും, എന്താണ് നയനയ്ക്ക് ധാരാളം പൈസ നിങ്ങളവിടെ കൊടുക്കുന്നില്ലേ? അതുതന്നെയാണ് അവൾ പറയുന്നത്, അതൊന്നും അവൾ വാങ്ങാൻ കൂട്ടാക്കുന്നില്ല, അങ്ങോട്ട് ആ പൈസയൊക്കെ വെച്ചിട്ടാണ് നന്ദുവിൻ്റെ പേർക്കൊരു വില്ല മേടിക്കേണ്ടതെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ച് എന്താ പറയുക, പോകാൻ നിൽക്കുകയാണ്, ഭക്ഷണം കഴിക്കേണ്ടിയിരുന്നില്ല. അപ്പോൾ നന്ദുവിനൊരു വെപ്രാളും ഇതൊക്കെ. അപ്പോൾ അറിയാൻ എന്തിനാ നീ ഇങ്ങനെ വെപ്രാളം പിടിക്കുന്നത് എന്നിട്ട് കേട്ടോ. ആദർശും നയനയും എല്ലാവരും കൂടെ കാപ്പ് കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പറയും, ഒന്നുമില്ല എന്നൊക്കെ പറയും. അങ്ങനെയുള്ള കുറച്ച് നല്ല സീനുകൾ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് മുത്തശ്ശി എന്താണ് ഇത് വരുന്നു, മുത്തശ്ശി എന്താ പത്രം വായിക്കുകയാണ്, ക്ഷമിക്കണേ. അവിടുന്ന് ആദർശം നയനയും കൂടിയും കാപ്പി കുടിക്കാനൊക്കെ ഇരിക്കുമ്പോഴും നന്ദുവിൻ്റെ മുഖത്തെ ഒരു ഇതുണ്ട്, ഒരു എന്താ പറയുക, വളർച്ച ഉണ്ട് സംഭവം. ആകെ എല്ലാവരും അറിഞ്ഞപ്പോഴേ അപ്പോൾ ആദർശേട്ടനും എല്ലാവരും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നയനോട്. നയനെ കുറേ ചീത്ത അറിയാണ്. അപ്പോൾ പറയും, ഞാനെന്ത് ചെയ്യാനാണ്, ഞാനൊരു പോലീസ് ഓഫീസറാണ്, എനിക്കിപ്പോൾ ഇങ്ങനെ റോട്ടിൽ നിന്നിപ്പോൾ അവനെ കെട്ടിപ്പിടിക്കണം, ഞാൻ ചെയ്യുമോ, എൻ്റെ ഡ്യൂട്ടി മറക്കാൻ പറ്റില്ല, എൻ്റെ പൊസിഷൻ എന്താണ്, പക്ഷെ അത് അവിചാരിതമായിട്ടായിരുന്നു, അവനെ പെട്ടെന്ന് കെട്ടിപ്പിടിച്ചാൽ ഞാൻ പിടിച്ച് തള്ളൊക്കെ ചെയ്തു എന്നൊക്കെ പറയണൊക്കെ ഉണ്ട് നയനോട്. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഓരോരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് നന്ദുവിനെ നോക്കി. നന്ദു ആണെങ്കിൽ ആരുടെയും മുഖത്ത് നോക്കാണ്ടാകെ പതറി നിൽക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് കുറേ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് പോരുന്നൊന്നും കാണിക്കുന്നില്ല. അവിടെ മുത്തശ്ശിയാണ് പത്രം ഇരുന്ന് നോക്കുമ്പോൾ കാണാം ജലജ ഒരു കപ്പിൽ കാപ്പിയായിട്ട് വന്ന് കൊടുക്കുന്നത്, അമ്മേ ചുക്ക് കാപ്പി പറഞ്ഞ് കൊടുക്കണ്ടേ. അപ്പോൾ അമ്മ അത് വാങ്ങണമുണ്ട്. അപ്പോൾ പറയും, ഇവിടെ ആകെപ്പാടൊരു താളം തെറ്റിലാണ് അമ്മയെന്ന് പറയും. എന്ത് താളം തെറ്റിൽ എന്ന് ചോദിക്കുകയാണ്. അല്ല, ഇവിടെ ഓരോരോ പ്രശ്നങ്ങളാണ്, അതാണ് ഇതാണെന്നൊക്കെ അങ്ങനെ പറയാം. പ്രശ്നങ്ങൾ എന്താണ്, ഒരു കുറുക്കനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, ആ കുറുക്കൻ എൻ്റെ ഓരോരോ ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് അഭിനയാണ് അച്ചമ്മ മുത്തശ്ശി ഉദ്ദേശിച്ചത്, പക്ഷെ അത് ആദർശിനെ ആക്കുന്നുണ്ട്.
അങ്ങനെ അവിടുന്ന് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അനാമിക കണ്ടൊരു ബാഗും തൂക്കിയിട്ട് പോണു. അപ്പോൾ എങ്ങോട്ടാ പോണെന്ന് ചോദിക്കുകയാണ് അനാമികയോട്. അപ്പോൾ പറയും ഞാൻ എങ്ങോട്ടെങ്കിലും പോകണം എന്നറിയാം. അപ്പം ജനചോറ് അതിൻ്റെ ആവശ്യം ആ കൊച്ചെന്തിനപ്പോൾ അവിടെ ഇരുന്നിട്ട് അതിൻ്റെ ഇവിടെയൊക്കെ എല്ലാവരും കൂട്ടിട്ട് ശ്വാസം മുട്ടിക്കുക. ഞാനും ജാനകി അല്ലാണ്ട് വേറെ ആരും അവളോട് സംസാരിക്കുന്നില്ല, അവളുടെ ഭർത്താവ് പോലും തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ പിന്നെ അവൾ എങ്ങടെയെങ്കിലും ഇറങ്ങിപ്പോകുന്നതല്ലേ നല്ലത് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നയനേനും നവ്യനെയൊക്കെ അടച്ചാണ് ഈ കുറ്റം പറയുന്നത് കേട്ടോ. അങ്ങനെ ഇവൾ അവിടുന്ന് പോവുകയാണ്. നവ്യ എങ്ങോട്ടോ പോവുക. കാരണം തലേ ദിവസം കാമുകനെയൊക്കെ വിളിച്ചൊക്കെ സെറ്റപ്പ് ആക്കിയണോ. കാരണം എടാ കാര്യങ്ങളൊക്കെ നമ്മളെ ഇതിൽ വരുന്നുണ്ട്, പിന്നെ ഞാൻ ആ ഒരു പേരും പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോരും. അപ്പോൾ പോരുമ്പോൾ എനിക്ക് അവർ നഷ്ടപരിഹാരം തരണമല്ലോ, കല്യാണം കഴിഞ്ഞിട്ട് ഡിവോഴ്സായി പോരുമ്പോൾ അതും കൂടെ വാങ്ങിയിട്ട് ഞാൻ വരും എന്ന് പറയുമ്പോൾ അവൻ പറയും നീ എല്ലാം കൂടെ വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വാ, നിനക്ക് വേണ്ടി ഞാൻ അവിടെ കാത്തു നിൽക്കുക എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ ഇവൻ എന്താ പറയാ അനി ഇങ്ങനെ കയ്യിൽ ബെൽറ്റ് കൊണ്ട് അടി കിട്ടിയിട്ട് ഇങ്ങനെ കിടക്കല്ലേ, അതിങ്ങനെ വന്ന് ദേവയാനി നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എനിക്കത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ, ക്ഷമിക്കുക. അങ്ങനെ അപ്പോൾ മുത്തശ്ശിയോട് ഇങ്ങനെ തട്ടിക്കയറി സംസാരിക്കുന്നുണ്ട്. മുത്തശ്ശി അതിന് ഇങ്ങനെ ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പത്രമാറ്റിൻ്റെ ഒരു കഥ പോകുന്നത്. മുഴുവനായിട്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.